എല്ലാവരും നോട്ട് മാറാനും ചില്ലറ തപ്പിപ്പെറുക്കാനും ഒക്കെ പോയ നേരത്ത് പാവപ്പെട്ട കുറച്ചുപേരെ കേന്ദ്രം അങ്ങ് അറിഞ്ഞു സഹായിച്ചു. കടം വാങ്ങിയും മുണ്ടു മുറുക്കിയെടുത്തും രാജ്യത്തിനു വേണ്ടി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന വിജയ് മല്യ ഉൾപ്പെടെയുള്ള കുറച്ച് പാവപ്പെട്ടവരുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പ ഇനി കിട്ടാൻ സാധ്യതയില്ലെന്ന സത്യം നാട്ടുകാരെ അറിയിച്ചു. വായ്പയെടുത്ത് കിടപ്പാടം പോയവരുടെ വാർത്ത കണ്ടിട്ടാണ് കേന്ദ്രം ഇങ്ങനെയൊരു തീരുമാനം എടുത്തതത്രേ. 56 ഇഞ്ച് ടി വിയിൽ നെഞ്ചു വിരിച്ചിരുന്ന് വാർത്ത കാണുന്ന മോദിജി പക്ഷേ ഇവരുടെ ആരുടെയും വായ്പ കിട്ടാക്കടം ആക്കിയതുമില്ല. चाहे कोई मुझे कुछ भी कहे, कहने दो जी कहता रहे, एक साल में जम के काम किया है, हम क्यों डरे. ദുരിതാശ്വാസ ക്യാമ്പിൽ നരകിക്കുന്നവർക്ക് മേൽ ഇടുത്തിയായാണ് ബാങ്കുകളുടെ ജപ്തി നോട്ടീസ്. 2 കൊല്ലം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ 8 പേർ മരിച്ചു. 23 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇവർക്കായി 6 മാസത്തിനകം സ്ഥിരം പാർപ്പിടം എന്നായിരുന്നു വാഗ്ദാനം. ഒന്നും നടന്നില്ല. അതിനിടെയാണ് പണ്ടെടുത്ത വായ്പയുടെ പേരിൽ ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് ജപ്തി ഭീഷണി. അപ്പോൾ ഞങ്ങൾ അടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്തതായിരുന്നു. പക്ഷേ 2-3 തവണ അടച്ചു കൊടുത്ത് പിന്നെ അടയ്ക്കാനും പറ്റിയില്ല. പിന്നെ ഉള്ളു പൊട്ടി പല വയ്ക്കും പോയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു 4-5 കത്തായി അങ്ങോട്ട് അയക്കുന്നു. കാർഷിക വായ്പ എടുത്ത ഭൂമി തന്നെ ഒലിച്ചു പോയി കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടുകാരുടെ സഹായത്തിലാണ് ജീവിതം. അതിനിടയ്ക്കാണ് ബാങ്ക് നോട്ടീസുകൾ. ഇത് ഗവൺമെൻറ് എഴുതി തള്ളുമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അപേക്ഷ വെപ്പിക്കുകയും ഒത്തിരി പൈസ അതിന് വേണ്ടി ഞങ്ങൾ നടക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിനൊന്നും ഇതുവരെ ഒന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. ഇനി ബിസിനസ് വായ്പയെടുത്ത് സർക്കാർ നയങ്ങൾ മൂലം കടക്കണിയിലായി ജപ്തി നേരിടുന്ന കൊച്ചിയിലെ ഒരു വീട്ടമ്മ. നിങ്ങളാരാ? ബാങ്കിൽ നിന്ന് ഈ വീട് ജപ്തി ചെയ്യാൻ വന്നതാ. നോക്കി നിൽക്കാതെ എല്ലാത്തിനും പിടിച്ച് പുറത്തിറക്കടാ. സാറേ സാറേ, എന്റെ മോളുടെ മനസ്സമ്മതത്തിന്റെ ചടങ്ങുകൾ നടക്കുകയാണ്. ദേവി ഇത് അല്പം മനസ്സാക്ഷി കാണിക്കണം. മനസാക്ഷി കൂട്ടി സീൽ വെക്കണം. കഴിഞ്ഞ ഓഗസ്റ്റ് 22-ാം തീയതി എനിക്ക് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരും 2 പോലീസുകാരും കൂടി എൻ്റെ വീട്ടിൽ വന്നു. ജപ്തി ഞാൻ ഇല്ലാത്ത നേരത്ത് നോക്കി എനിക്കൊരു ഇൻഫർമേഷൻ തരാണ്ട് ജപ്തിക്ക് വന്നു. എൻ്റെ വാപ്പയും ഉമ്മയും മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ബിസിനസ് വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾ കഴിയുന്ന വീട് ഈടാക്കി തിരിച്ചു പിടിക്കാനാണ് ബാങ്കിൻ്റെ നീക്കം. പാവം കോടീശ്വരന്മാർ. ജപ്തി ചെയ്യാൻ അവർക്ക് വീടില്ലല്ലോ. അവരുടെ വീടൊക്കെ അങ്ങ് ബ്രിട്ടനിലാണല്ലോ. അപ്പോൾ ഇവിടെയുള്ളത് അങ്ങ് ഒഴിപ്പിച്ചെടുക്കാം. എനിക്ക് 10-65 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് HDFCയിൽ പെൻഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മയുടെ ഷെയർ തന്നു. അതുകൂടാണ്ട് വേറെ പൈസ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം കൂട്ടി ഞാൻ എൻ്റെ ഇത് വന്നു. അതിൽ 10 പൈസ ഞാൻ ബാങ്ക് ലോണിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് ബാങ്ക് ലോൺ, വീടിന് ബാങ്ക് ലോൺ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റേ ഹൗസിംഗ് ലോൺ എടുത്താൽ പോരെ. ഞാൻ എന്തിനാ ബിസിനസ് ലോൺ ഇത്ര വലിയ റേറ്റ് കൊടുത്തിട്ട് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അവിടെ ചെന്ന DGM വളരെ മോശമായിട്ട്, അതായത് വി വിൽ സെൽ ദ പ്രോഡക്റ്റ്, വി വിൽ സെൽ ദ ബിൽഡിംഗ്. അയാൾ ആ എന്താ പറയുക പിക്ചറൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു വി വിൽ. പുള്ളി എന്തോ ഭയങ്കര സന്തോഷമുള്ള രീതിയിലാണ് പുള്ളി പറയണം. ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ് പറയുന്നത്. ഏതായാലും ആ ബാങ്ക് മാനേജർക്ക് ഉള്ളത് കൊടുത്തിട്ട് പോയി കാല് പിടിക്കാം. 33,000 കുരുവ ഇതും പൊക്കി പിടിച്ചോണ്ട് എന്റെ മുമ്പ് വരെ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എടുത്തോണ്ട് പോടാ. പലിശ സഹിതം 4,12,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല. കുറേ പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു, കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഹൈക്കോർട്ടിൽ 4 ലക്ഷം രൂപയുടെ DD എടുത്ത് ഞങ്ങൾ ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷെ അവിടെ നിന്നും ഞങ്ങൾക്ക് കോടതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. കഴിഞ്ഞില്ല. കേന്ദ്രം മാത്രമല്ല, കഴിഞ്ഞ UDF സർക്കാരും കുറേ പേരുടെ വായ്പകൾ എഴുതിത്തള്ളി. പക്ഷേ അവരിലും പാവങ്ങളൊക്കെ കുറവാണ്. മുൻ മന്ത്രിയുടെ ബന്ധുക്കൾക്കും പാവങ്ങളാകാലോ. 12 കോടി രൂപ ഭവന വായ്പയായി ഈ കുടുംബശ്രീ എടുത്തിട്ടുണ്ട് എന്നുള്ളതാ. അത് എഴുതി തള്ളണമെന്നാണ് നമ്മുടെ മുനീർ സാഹിബ് പറയുന്നത്. ഈ 12 കോടി രൂപ ഇനി ഭാവിയിലേക്ക് എഴുതി തള്ളുകയില്ല. നിങ്ങൾക്കൊരു പ്രചോദനമായി ഈ 12 കോടി രൂപ കേരള ഗവൺമെന്റ് ഞങ്ങൾ എഴുതി തള്ളാൻ പോകുന്നു.
പക്ഷേ മോദി സർക്കാർ കുറച്ചുകൂടി ഉദാരമതികളാണ്. അവരിതേ ഇങ്ങനെ 12 കോടി രൂപ വായ്പയെടുത്ത വിജയ് മല്യയാണ് ആദ്യം ഫ്രീ ആക്കിയത്. കാക്കാം കീക്കാം മല്ലയ്യ നോക്കാം മല്ലയ്യ. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ little bit of a malapropism involved in this. Don't go by the literal meaning of write-off doesn't mean rin maafi in banking terms. മനസ്സിലായില്ലേ? മല്യ എടുത്ത കോടികൾ തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അത് നിഷ്ക്രിയ ആസ്തിയുടെ പട്ടികയിൽപ്പെടുത്തി. അവരിനിയും അത് തിരിച്ചു പിടിക്കും. അല്ലെങ്കിൽ മല്യയ്ക്ക് എപ്പോഴെങ്കിലും മാനസാന്തരം വന്ന് തുക തിരിച്ചടയ്ക്കും. അല്ലാതെ എഴുതി തള്ളിയിട്ടൊന്നുമില്ലെന്നാണ് സത്യം. ഒരേ സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്നു. അതേ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് വിജയ് മല്യ പോലുള്ളവരുടെ കടബാധ്യത ഔദാര്യപൂർവ്വം എഴുതിത്തള്ളുന്ന ഒരവസ്ഥ. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ് മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ നോക്കാം മല്ലയ്യ. മല്യയ്ക്ക് പോകാൻ മാനമില്ലായിരിക്കാം. പക്ഷേ പാവങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ചെണ്ടകൊട്ടി ജപ്തി നടത്തുമ്പോൾ മാനം പോകാതിരിക്കാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ വായ്പ തിരിച്ചടയ്ക്കും. ഇത് മാൻ കി ബാത്ത് നടത്തുന്നവർക്ക് അറിയാം. പിന്നെ എല്ലാം അതിർത്തിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ എന്നാ പറയാനാ.